ഹലോ ഗൈസ്, അപ്പോൾ അതാ വിഷുവിൻ്റെ അന്ന് ഫാമിലിയായിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ അന്നായതുകൊണ്ട് തന്നെ വിഷു സദ്യ ലക്ഷറി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വയനാടുള്ള ഓലൻ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്തു കേട്ടോ. അവിടെ നല്ല വിഷു സദ്യ ഇട്ടുണ്ട്. വേറെ ഇപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ഭയങ്കര തിരക്ക്. അപ്പോൾ ഇവർ സർവീസ് എടുത്ത് പറയേണ്ടതാണ്, എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഡിലേ വരുത്തിയിട്ടില്ല കേട്ടോ. സർവീസ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതാ സദ്യയുടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നു കേട്ടോ. എനിക്ക് പേരൊന്നും കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ അറിയില്ല, പക്ഷേ ഒരുവിധം ഒരു 10-14 തരം ഉപ്പേരിയും കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സദ്യക്ക് കിട്ടുന്ന പായസം ഭയങ്കര ഇഷ്ടമാണ്, അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ചോറ് വന്നു, എലിശ്ശേരി വന്നു, പുളിശ്ശേരി വന്നു, ഒക്കെ വന്നു. മറ്റേ സർവീസ് എടുത്ത് പറയേണ്ട ഒന്നാണ്, നല്ല സർവീസ് കേട്ടോ. പിന്നെ അത് ലാസ്റ്റ് ചോറ് വന്നു, പക്ഷേ ഒറ്റ സങ്കടമുള്ളൂ, ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല. സദ്യ ഇനി അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല, അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല. പായസം ആയിക്കോട്ടെ, സാമ്പാറായിക്കോട്ടെ, ചോറായിക്കോട്ടെ, പപ്പടം ആയിക്കോട്ടെ, ഉപ്പേരികളായിക്കോട്ടെ, ഒന്നും ചൂടുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഒക്കെ തണുത്താറിക്കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ, അതേപോലെ ആയിരുന്നു കേട്ടോ. ഒന്നും ചൂടുണ്ടായിരുന്നില്ല. പിന്നെ അതാ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ബ്രൗൺ കളർ പായസത്തിൻ്റെ പേര് പരിപ്പ് പായസം തോന്നുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 2 ടൈമൊക്കെ മേടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പപ്പടത്തിൻ്റെ ഈ പഴത്തിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാണ്ടല്ലോ. പക്ഷേ ബില്ലൊരു രക്ഷയില്ല ഗായ്സ്, ഒരു സദ്യക്ക് 400 രൂപ. എന്ത് ചെയ്യുക.